ഹായ് ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഈ പിച്ചക്കോലത്തിൽ ഇങ്ങനെ കണ്ടിട്ട് ആരും ഒന്നും ഓർക്കല്ലേ. ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം മറന്നുപോയായിരുന്നു. അപ്പം ഇന്ന് വീഡിയോ എടുക്കണമെന്ന് തലേ ദിവസമേ ഓർത്തിട്ടുണ്ടെങ്കിലും ഞാൻ രാവിലെ ആയപ്പോൾ മറന്നുപോയായിരുന്നേ. അപ്പോൾ രാവിലെ എൻ്റെ പരിപാടിയൊക്കെ കിച്ചണിലൊക്കെ കഴിഞ്ഞ് ആദ്യക്കുട്ടിനെ ഒരുക്കാൻ കയറിയപ്പോഴാണ് വീഡിയോ എടുക്കുന്ന കാര്യം ഓർത്തത്. പിന്നെ നീ എന്നെ കളിയാക്കുവാണോടാ? മാങ്കോസ് അപ്പം ദേ സമയം 8:19 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇനിയിപ്പം ധൃതി പിടിച്ച് ദേ ആദ്യക്കുട്ടിന് കഴിക്കാൻ രാവിലെ അവന് മുട്ട പുഴുങ്ങി കൊടുത്തു. അപ്പം അവൻ അത്രയും കഴിച്ചിട്ട് ഇങ്ങോട്ട് നീക്കി വെച്ചതാ മതിയെന്നും പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ അതിലൊരു പീസ് കൂടെ ഒക്കെ കഴിപ്പിച്ചു കേട്ടോ. പിന്നെ ഇവന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പൂരിയായിരുന്നേ, അവൻ്റെ ഏറ്റവും ഫേവററ്റ് സാധനമാണ്. അറിയത്തില്ല, ബാ അവിടെ നിന്നാൽ മതിയോന്നേ, അത് ഇതിലാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ആ ഒരു 8:20 തൊട്ടുള്ള നേരം കൊണ്ട് പെട്ടെന്ന് ഒരുങ്ങി പിടിച്ച് 8:30 ആയപ്പോഴത്തേനും ഇറങ്ങി കേട്ടോ. പിന്നെ വേഗം ഷടപടേന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത് ആദ്യകൂട്ടിനെ ഒരുക്കി ഞങ്ങൾ സ്കൂളിൽ കൊണ്ടുപോയിട്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ ഇച്ചിരി പെട്രോളൊക്കെ അടിച്ചിട്ട് തിരിച്ച് പോകാം. ഇന്നിപ്പോൾ വർക്ക് ഫ്രം ഹോമിൻ്റെ ഒരു ദിവസമാണ് കേട്ടോ. അപ്പോൾ പെട്രോളൊക്കെ അടിച്ചിട്ട് പോകാമെന്ന് ഓർത്ത് ചെന്നപ്പോൾ പമ്പിൽ ഭയങ്കര തിരക്കേ. അപ്പോൾ നമ്മളൊന്ന് ഒന്നുകൂടെ കറങ്ങിയിട്ട്, എനിക്ക് പിന്നെ ഒരു രസം, എല്ലാവർക്കും ഇങ്ങനെ ആയിരിക്കും ഒരു രസം ബൈക്കിൽ കറങ്ങാൻ. അപ്പം ഒന്ന് കറങ്ങിയിട്ട് വരാം, എന്നിട്ട് ചെന്നടിക്കാം, അപ്പം തിരക്ക് കുറയുന്നൊക്കെ ഓർത്ത് ഇറങ്ങിയത്. അപ്പം അതൊരു അമ്പലമായിട്ടോ. അപ്പം ഇത് അതിൻ്റെ അപ്പുറത്തായിട്ട് ആര്യവേപ്പാന്ന് തോന്നുന്നു. കണ്ടപ്പോൾ ഒരു രസം തോന്നി. നമ്മുടെ ഇവിടെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല, കായൊക്കെ പിടിച്ച് നിറച്ചു ഇത്. അപ്പം ഞാൻ അതിൻ്റെ ഒരു വീഡിയോ എടുത്തു. കഴിഞ്ഞ് ഇത് കണ്ടോന്നേ, അവക്കാടോ ഈ നിൽക്കുന്നു, ഇവിടെ എല്ലാം കൊണ്ട് നിറച്ച് കായൊന്നേ. നമ്മളൊരു അവക്കാടോ മേടിക്കാൻ ചെല്ലുമ്പോൾ എന്നാ പൈസയല്ലേ. അപ്പം അതും കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് നീങ്ങിയപ്പോൾ കണ്ടോ, ഈ പോന്നവന്മാരായിട്ട് ഇവിടെ വഴിയിൽ സ്ഥിരം ബ്ലോക്ക് ഉണ്ടാക്കുന്ന ആൾക്കാർ. ഇവിടെ എങ്ങോട്ട് തിരിഞ്ഞാലും ഇതാണ്. ഈ കുറേ പോത്താണോ എരുമയാണെന്ന് അറിയത്തില്ല, പിന്നെ പശുവും കാളയും എല്ലാം ഉണ്ടെന്ന് റോഡിൽ കൂടെ. അതുങ്ങളിങ്ങനെ നടക്കുക. അപ്പം റോഡിൽ ഏത് നേരം ഇവരെ കാരണം ആ ബ്ലോക്ക്. ഇവർക്കറിയത്തില്ല, വണ്ടിയുടെ മുമ്പേ ഇങ്ങനെ പോവുക. അതിനെങ്ങാനും നമ്മളൊന്ന് വണ്ടി കൊണ്ട് അത് അതിലും വലിയ കേസുമാണ് കേട്ടോ. അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ഇവിടെ ഇരുന്ന് എന്നെ ഒരാൾ പേടിപ്പിക്കുന്നുണ്ട്, വീഡിയോ എടുത്തോ ആരെങ്കിലും കണ്ട ഇനി അതിൽ ഏതെങ്കിലും ഒരു പോത്ത് വല്ലോ മോഷണോ പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ തലയിരിക്കും. ഒന്നാമതേ കേരള രജിസ്ട്രേഷൻ വണ്ടി വാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ പേടിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അത്ര കാര്യമായിട്ട് എടുത്തില്ല. ഞാനിപ്പോൾ ഒരു പോത്തിനെ എങ്ങോട്ട് കൊണ്ടുപോകാൻ, എനിക്ക് കിട്ടിയിട്ട് എന്നെ എടുക്കാൻ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ രക്ഷപ്പെട്ടു. അങ്ങനെ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് ഞങ്ങളുടെ പിന്നെ നമ്മൾ പമ്പിൽ ചെന്നപ്പോഴത്തേനും തിരക്ക് കുറഞ്ഞിട്ടുണ്ട്. നമ്മുടെ തൊട്ടടുത്തുള്ള പമ്പാണ്. അപ്പം അവിടെ അടിച്ചിട്ട് പോകാം, എപ്പോഴും അടിക്കുന്ന അവിടെ നിന്നാണ്. അപ്പം അതുകൊണ്ട് പിന്നെ അവിടെ തന്നെ കയറി ഒരു കറക്കവും രാവിലെ കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളൊരു പാലും ഒക്കെ മേടിച്ച് തിരിച്ച് പാലും ചിക്കനും മേടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇന്ന് കിട്ടിയ 8ന്റെ പണിയെന്ന് തന്നെ പറയാം കേട്ടോ. നമ്മുടെ സിങ്ക് ബ്ലോക്കായി തന്നെ, ബ്ലോക്കായി വെള്ളവും അഴുക്കും എല്ലാം അവിടെയായി. ഒരു സ്മെല്ലും ഉണ്ട്. എനിക്കാണെങ്കിൽ ഓൾറെഡി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇച്ചിരി അറപ്പ് കൂടുതലുള്ള. പിന്നെ എന്നാ ചെയ്യാതെ ഞാൻ അതെല്ലാം ഒന്ന് തുടച്ച് അപ്പോഴത്തേനും വന്ന് സിങ്കിൻ്റെ അകത്തുനിന്ന സാധനം കൂടൊക്കെ ഇട്ട് ഹസ്ബൻഡ് അതെല്ലാം ശരിയാക്കി തന്നു കേട്ടോ. എന്നിട്ട് നമ്മളുടെ ആ ഒരു പൗഡർ ഇട്ട് കേട്ടോ ഇതിനകത്ത്. പിന്നെ ഈ ഒരു അരിപ്പ അപ്പം തന്നെ നമ്മൾ ഇൻസ്റ്റമാർട്ടിൽ നിന്ന് ഇത് മേടിക്കാൻ വേണ്ടിയിട്ട് പഴവും മുട്ടയൊക്കെ കൂടെ മേടിച്ച്, ഇതെന്നോട് കുറേ നാളായിട്ട് ഇവിടെ പറയുന്ന സാധനമാണ്. ഈ മേടിക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്നോ ഏതിനേലും മേടിക്കുക. ഞാനാണെങ്കിൽ മറന്നു പോകുമായിരുന്നു. അങ്ങനെ മറന്ന് ഇന്ന് നല്ലൊരു പണി കിട്ടിയേ. അപ്പോൾ ആ സാധനം മേടിച്ച് അതിനകത്ത് കയ്യോടെ വെച്ച് പിന്നെ നേരെ ഞാൻ അവിടുത്തെ അടുക്കളയൊക്കെ ഒന്ന് തുടച്ചായിരുന്നു ആദ്യം തന്നെ. അത് കഴിഞ്ഞിട്ട് തുടച്ചിട്ട് പിന്നെ എങ്ങനെ ഇനിയിപ്പോൾ നമുക്ക് കഴിക്കാനുള്ള ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല, കൊച്ചിനുള്ളത് മാത്രമേ ഉണ്ടാക്കിയുള്ളായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ നേരെ പോയി അങ്ങ് കുളിച്ചു. അല്ലാതെ ഇനി അടുക്കള കയറുക എന്നുള്ള ഓർക്കാൻ പോലും മേല, ആ വേസ്റ്റൊക്കെ നമ്മൾ തൊട്ട സ്ഥിതിക്ക്. അങ്ങനെ പിന്നെ നേരെ കുളിയെല്ലാം കഴിഞ്ഞ് വന്ന് ചപ്പാത്തി പൂരി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ തന്നെ ഞാൻ മാവൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യക്കുട്ടന് പൂരിയാണ് ഇഷ്ടം, ചപ്പാത്തി ഇഷ്ടമില്ല. എനിക്കും അത്. പിന്നെ എണ്ണ കുടിക്കണ്ടല്ലോ എന്നോർത്ത് ഞാൻ പൂരി അങ്ങനെ ഉണ്ടാക്കാറില്ല, വല്ലപ്പോഴും മാത്രം ഉണ്ടാക്കാറുണ്ടായിരുന്നുള്ളേ. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ആദ്യക്കുട്ടൻ്റെ അമ്മൻ്റെ ഇഷ്ടത്തിന് ഞങ്ങൾക്ക് പൂരിയും, പിന്നെ ഹസ്ബൻഡിന് ഇഷ്ടമില്ല, പൂരി ഇഷ്ടമില്ല, ചപ്പാത്തി മതി. അപ്പോൾ 2 ഐറ്റവും രാവിലെ ഉണ്ടാക്കും കേട്ടോ. രാവിലെ അല്ല, ഇപ്പോൾ സമയം ഒരു 9 മണി 10 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ കറക്കം എല്ലാം കഴിഞ്ഞ് വന്നപ്പം ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞു, കുളിയും പരിപാടിയെല്ലാം കഴിഞ്ഞല്ലോ. പിന്നെ ഇപ്പോൾ ചോറ് വെക്കാനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ ചപ്പാത്തിക്ക് ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ പൂരിക്ക് കുഴച്ചതായിരുന്നു കേട്ടോ. അതായത് ചപ്പാത്തിക്ക് കുഴക്കുമ്പോൾ ഞാൻ നോർമൽ നമ്മുടെ ഗോതമ്പ് പൊടി മാത്രം ഇട്ടായിരുന്നു കുഴക്കുന്നത്. ഇതിപ്പം പൂരിക്കായതുകൊണ്ട് ഇതിനകത്ത് ഗോതമ്പും പിന്നെ മൈദ കേട്ടോ കൂടുതലിട്ട്, പിന്നെ കുറച്ച് റവയും ഇട്ടിട്ടുണ്ടായിരുന്നേ.
അപ്പോൾ നല്ല പൂരി കിട്ടി. ഇതിപ്പോൾ ഈ കാണുന്നതെന്ന് വെച്ചാൽ ഞാൻ ഈ ചട്ടിക്കകത്തായിരുന്നു ഉണ്ടാക്കിയത് ആര്യക്കുട്ടന് കൊണ്ട് കൊടുക്കാൻ. അപ്പോൾ അത് കുഞ്ഞു കുഞ്ഞു പൂരിയാക്കി ഞാൻ അടപ്പ് പാത്രം വെച്ച് നല്ല ഷേപ്പിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഇട്ടപ്പം പാകത്തിനുള്ള കുഞ്ഞു കുഞ്ഞു വട്ടമായിരുന്നു. അപ്പോൾ ആ ഒരു ഓർമ്മയിൽ ഞാനങ്ങ് എടുത്തിട്ട് ഇതിപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടാക്കിയപ്പോൾ ഞാൻ ഷേപ്പിനൊന്നും ചെയ്തില്ല. അതുവഴി ഞങ്ങൾക്കല്ലേ എനിക്ക് ഷേപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല, മുറിച്ച് കഴിക്കാനുള്ളതല്ലേ നോർത്ത് ഇട്ടതാണ്. അപ്പോഴത്തേനും ഇതിനകത്ത് കൊള്ളത്തില്ലായിരുന്നു, പിന്നെ അഡ്ജസ്റ്റ് ചെയ്തെടുത്തു. പക്ഷെ ഞാൻ കാണിച്ച മണ്ടത്തിലെന്ന് പറഞ്ഞാൽ ആദ്യക്കുട്ടന് മുറിച്ചിട്ടല്ലേ കൊടുത്തു വിടുന്നത്, പിന്നെ ഷേപ്പ് ആക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഓർക്കാതെ അവൻ ഏതായാലും പൂരിയൊക്കെ മുറിച്ച് കൊടുത്തു വിട്ടിട്ടുണ്ട്. ആദ്യം അതുകൊണ്ട് ഹാപ്പി ആയിരുന്നു കേട്ടോ. ഇങ്ങനെ പിള്ളേർക്ക് എനിക്ക് തോന്നുന്നു ഇഷ്ടപ്പെട്ട ഫുഡ് കൊടുത്തു വിടുമ്പോഴത്തേനും ആ ദിവസം വലിയ കുഴപ്പമില്ലാതെ ഹാപ്പി ആയിട്ട് പോകുമല്ലോ. അങ്ങനെ എന്തായാലും ഞാൻ പൂരിയൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് കറി ഇന്ന് ഞാൻ കടലക്കറി രാവിലെ വെച്ചിട്ടുണ്ടായിരുന്നു. പൂരിയും കടലക്കറി ശരിക്കും പറഞ്ഞൊരു മാച്ചൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വെജിറ്റബിൾ കറി കഴിഞ്ഞ ദിവസം വെച്ചതിൻ്റെതും ഫ്രിഡ്ജിൽ കിടപ്പുണ്ട്, ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഇനിയും വെച്ച് കളയണ്ടല്ലോ എന്നോർത്ത് കടലക്കറിയാക്കി. കടലക്കറി ആകുമ്പോഴത്തേനും ചപ്പാത്തിക്കും കൂട്ടാം, എല്ലാത്തിനും ഓക്കെ ആണല്ലോ എന്നോർത്ത് അങ്ങനെ അത് വെച്ച് കേട്ടോ. അപ്പം ഞാൻ അതേ പൂരിയെല്ലാം അങ്ങനെ വറുത്തെടുത്ത് നന്നായിട്ട് എണ്ണ കുടിക്കുന്നുണ്ട് കേട്ടോ. എന്നോ ഒരു പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയപ്പം വലിയൊരു എണ്ണപ്പിടുത്തമൊന്നും എനിക്ക് തോന്നിയില്ല. അപ്പം ഞാൻ ഓർത്ത് പൂരി അധികം എണ്ണ കുടിക്കത്തില്ലായിരിക്കും എന്നോ ഓർത്ത്. പക്ഷേ എങ്കിൽ അത്യാവശ്യം എണ്ണ കുടിക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയിലാട്ടോ ഉണ്ടാക്കിയത്. നമ്മുടെ സാധാരണ സൺഫ്ലവർ ഓയിലിൽ ഇങ്ങനത്തെ പൊരിച്ചെടുക്കുന്ന സാധനമൊക്കെ ചെയ്യാറുള്ളതാണ്. പക്ഷേ എങ്കിൽ കൊച്ചിനും കൊടുക്കുന്ന സാധനമാണല്ലോ, അവന് ഇഷ്ടപ്പെട്ട സാധനമാണല്ലോ, അപ്പം നല്ലതിൽ തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് ഓർത്ത് വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കി കേട്ടോ. അങ്ങനെ എന്തായാലും ഞാൻ അതെല്ലാം അങ്ങ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പം എൻ്റെ അപ്പുറത്തൊന്നുകൊണ്ട് ആ നേരത്ത് തന്നെ ഹസ്ബൻഡ് ചിക്കനും കഴുകി തരുന്നുണ്ട് കേട്ടോ, വൃത്തിയാക്കി തരുന്നുണ്ട്. അപ്പം ഇതുകൂടി ഇനി കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് കഴിക്കാൻ. അപ്പം ഞാൻ പൂരി മൊത്തം ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പം ചപ്പാത്തിയും കൂടെ ചുട്ടെടുക്കണം. അപ്പം ചിക്കൻ കഴുകുന്ന നേരം കൊണ്ട് ഞാൻ ബാക്കി ചപ്പാത്തിയും കൂടെ അങ്ങ് ചൂടാന്ന് ഓർത്ത്. പൂരി ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ മൊത്തം. അതിൽ ഇനിയിപ്പോൾ എനിക്കും അത് മുഴുവനൊന്നും വേണ്ട, ആദ്യക്കുട്ടൻ രണ്ടും കൂടെ വെച്ചേക്കണം, അവന് വലിയ ഇഷ്ടമാണ്. അപ്പോൾ അതേണ്ട ചപ്പാത്തിയും ചുട്ടെടുത്ത്. അപ്പോൾ ഈ ചപ്പാത്തിയൊക്കെ നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ, ഇതിനകത്ത് മൈദയും കൂടെ ചേർത്ത കൊണ്ട്. അപ്പം ഞാൻ ഓർത്ത് ഈ റവ ചേർക്കുമ്പോഴത്തേനും ഇനിയിപ്പോൾ ഹാർഡ് ക്രിസ്പായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നോർമലി റവ ചേർക്കുന്നത്. അപ്പം ഞാൻ ഒരു വീഡിയോയിൽ കണ്ടിട്ടാട്ടോ ഇങ്ങനെ ഈ മൈദയും റവയും എല്ലാം കൂടെ ചേർത്ത് പൂരി ഉണ്ടാക്കിയത്. പക്ഷേ ചപ്പാത്തിയൊക്കെ നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. ചിക്കനും കഴുകി എടുത്ത് തന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞ് നമ്മുടെ ക്ലീനിങ് പാത്രമെല്ലാം ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പം ഇന്ന് ഇപ്പോൾ ഈ പാത്രം ഇങ്ങനെ കുറേ കഴുകിയപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായേ. മാക്സിമം വേസ്റ്റ് ഞാനെടുത്ത് കളഞ്ഞിട്ടായിരുന്നു നമ്മൾ സിങ്കിനകത്തോട്ട് പാത്രമെല്ലാം കൂടെ വെക്കുന്നത്. കഴുകുമ്പം ഇനി അതിനകത്തോട്ട് പോകണ്ടല്ലോ, ഇതുപോലെ വെള്ളമൊന്നും ഇതാവണ്ടല്ലോ എന്ന് ഓർത്തിട്ട്. പക്ഷെ ഇന്ന് ഈ പാത്രം എല്ലാം കഴുകി കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേനും കണ്ടത് ഇത്രമാത്രം വേസ്റ്റ് നമ്മൾ ഇതിനകത്ത് സിങ്കിൻ്റെ കുഴിക്കകത്തോട്ട് ഒഴിച്ച് വിടുന്നുണ്ടായിരുന്നുള്ള. ഇതിപ്പം ഒരു രണ്ടാമത്തെ പ്രാവശ്യത്തെ കേട്ടോ. ആദ്യമേ ഒന്ന് ഞാൻ കഴുകിയതിനടുത്ത് മാറ്റി, അത് കഴിഞ്ഞ് രണ്ടാമത് വന്നതാണ്. കുഞ്ഞ് കടുക് വരെ കണ്ടോ, അതിനകത്ത് പോകത്തില്ല, അങ്ങനെ കിടന്നോളും. അപ്പം എനിക്ക് ഓരോ പ്രാവശ്യം ഇതിന് കഴുകുമ്പോഴത്തേനും ഭയങ്കര അത്ഭുതം. അതേ ഇത്രയും വേസ്റ്റ് ആയിരുന്നു അതിനകത്തോട്ട് ഒഴിച്ചു വിടുന്നത് എന്നോർത്ത്. കാരണം ഒട്ടും വേസ്റ്റ് വരണ്ട എന്നോർത്ത് ഞാൻ നന്നായിട്ട് വാരി കളഞ്ഞിട്ടായിരുന്നു കഴുകുന്നത്. എന്നിട്ട് പോലും നല്ല രീതിക്ക് വേസ്റ്റ് അപ്പോൾ പോകുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പിന്നെ ഇന്നാളൊരിക്കലും ഇതേപോലെ വന്ന് ഒരാളെ വെച്ച് നമ്മളിത് ചെയ്യിച്ചു കേട്ടോ. അപ്പം ആള് ഇതെല്ലാം കൂടെ വാരിയെടുത്ത് ജസ്റ്റ് ഇതുപോലെ തന്നെ ഒരു ഷിമ്മി കവറൊക്കെ ഇട്ടൊന്ന് വാരിയെടുത്തിട്ട് അന്ന് പുള്ളി 3000 രൂപ നമ്മുടെ അതിന് മേടിച്ചു കേട്ടോ. നമ്മുടെ ഇത് ക്ലീൻ ചെയ്യുമ്പോൾ അത്ര ആകുമായിരിക്കും. അപ്പം ഇന്നതുകൊണ്ട് ഞങ്ങൾ തന്നെ കയ്യിൽ കവറൊക്കെ ഇട്ട് അതങ്ങ് ചെയ്ത് കേട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ കുളിയും എല്ലാം കഴിഞ്ഞായിരുന്നല്ലോ. പിന്നെ ഇനിയിപ്പോൾ നേരെ ചോറ് വെക്കണം, പിന്നെ ചിക്കൻ കറി വെക്കണം. അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ ഞാൻ നേരെ നമ്മുടെ അരി കഴുകിയിട്ടിട്ട് ഞാനിവിടെ ഒരു സിനിമ വെച്ചിട്ടുണ്ട് കേട്ടോ, നമ്മുടെ മാളൂട്ടിയില്ലേ, എൻ്റെ ഭയങ്കര ഫേവററ്റ് ആയിട്ടുള്ളൊരു പടമായിട്ടോ. അതും എനിക്ക് നോർമലി കോമഡി പടങ്ങളൊക്കെയാണ് ഇഷ്ടമെങ്കിലും മാളൂട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുഞ്ഞിലേ തൊട്ട് നമ്മുടെയൊക്കെ കുഞ്ഞിലേ ഇറങ്ങിയൊരു പടമാണല്ലോ അത്. അപ്പോൾ അത് ഞാൻ ചില സമയത്തൊക്കെ ഇങ്ങനെ ഇത് കാണും കേട്ടോ. അപ്പോൾ ചോറ് അടുപ്പേ വെച്ചിട്ട് ഞാൻ കുറച്ച് നേരം അവിടെ നിന്ന് അതങ്ങ് കണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും പണി ചെയ്യുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഒരു വീഡിയോയും കൂടെ അവിടെ ഓടിക്കൊണ്ടിരിക്കുവാണെങ്കിൽ നമ്മൾ അതൊക്കെ കേട്ടോണ്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പണി തീരുന്ന പോലെ ഒരു തോന്നലാട്ടോ. അതൊക്കെ തോന്നലായിരിക്കും, എന്നാലും നമുക്കൊരു സുഖം. എനിക്ക് നേരത്തെ ഒന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ലേ. ഇപ്പോൾ കുറേ നാളായിട്ടുള്ളൊരു ശീലമാണ്. ഇപ്പോൾ ഒരു വീഡിയോ വെച്ച് പണി ചെയ്തില്ലെങ്കിൽ എനിക്കൊരു ചെയ്യാനുള്ളൊരു മൂഡ് വരത്തില്ല. അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പാത്രം തെർമൽ കുക്കറൊക്കെ റൈസ് കുക്കറൊക്കെ ഒന്ന് തുടച്ച് വെക്കും കേട്ടോ. ഇടയ്ക്കൊക്കെ ഒന്ന് തുടച്ച് വെക്കും.
വെക്കുവേ. കാരണം അതിനകത്ത് നമ്മൾ ഈ ചോറ് വെക്കുന്നതിൻ്റെ ചൂട് ആവി ഇങ്ങനെ വെള്ളം പിടിച്ചിരിക്കും. അതൊക്കെ ഒന്ന് തുടച്ചില്ലെന്നുണ്ടെങ്കിൽ ചിലപ്പം പാത്രം തുരുമ്പ് പിടിക്കാനും ഒക്കെ ചാൻസ് ഉണ്ട്. ഓൾറെഡി നമ്മുടെ ഇവിടുത്തെ വെള്ളവും ഒക്കെ ആയതുകൊണ്ട് അപ്പം ഞാൻ ഇടയ്ക്കെല്ലാം അതൊന്ന് തുടച്ച് ക്ലീൻ ആക്കുവേ. പിന്നെ അതുപോലെ നമ്മൾ ഈ റൈസ് കുക്കറിനകത്ത് വെക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേട്ടോ, നമ്മൾ ഈ കലത്തിൻ്റെ അടിയിൽ ചിലപ്പം നമ്മൾ ഈ വെച്ചിട്ട് കലം പുറത്തോട്ട് എടുക്കുമ്പോഴത്തേനും അതിൻ്റെ ആ ഒരു വട്ടത്തിലെ ഒരു ബ്ലാക്ക് കളറിലെ സാധനം ഉണ്ടല്ലോ, അത് ചിലപ്പോൾ ഒട്ടിപ്പിടിച്ചിരിക്കും കേട്ടോ. അപ്പം നമ്മൾ നേരെ ഒന്നുകൂടെ തലേ ദിവസമൊക്കെ വെച്ചതാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം നമ്മളെടുത്ത് തിളപ്പിക്കുമല്ലോ അരി ഒന്നുകൂടി. അപ്പം നേരെ ഗ്യാസ് സ്റ്റൗവിലോട്ടൊക്കെ വെക്കുന്നവരാണെങ്കിൽ ഒന്ന് സൂക്ഷിച്ചോണം കേട്ടോ, അടി ചിലപ്പോൾ ആ സാധനം ഒട്ടിയിരിക്കും. എനിക്ക് പല പ്രാവശ്യം അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇൻഡക്ഷനിലായതുകൊണ്ട് കുഴപ്പമില്ല, ഞാൻ പെട്ടെന്ന് അത് നമുക്ക് വെക്കുമ്പോഴേ അറിയാമല്ലോ എടുക്കും, ഇരിക്കത്തില്ല ഇൻഡക്ഷനിലോട്ട് കലം അങ്ങനെ വെക്കുമ്പോൾ. സമയം ഗ്യാസിലൊക്കെയാണെങ്കിൽ ചിലപ്പോൾ ഇരുന്ന് മൊത്തത്തിൽ ഉരുകി പിടിച്ച് പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പം അത് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ നമ്മുടെ ചിക്കനെല്ലാം കുറച്ച് വറക്കാനും മാറ്റി വെച്ചു. ഇപ്പം ഇവിടെ കറി ആർക്കും വലിയ താല്പര്യമില്ല, പക്ഷെ ഒരു കറി വെച്ചേക്കുവാണെന്നുണ്ടെങ്കിൽ ആ പണി അങ്ങ് കഴിയും. ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ചൂടാക്കി എടുത്താൽ മതിയല്ലോ എന്ന് ഓർത്ത് കുറച്ച് കറിയും ബാക്കി കുറച്ച് വറക്കാനും കൂടെ ആയിട്ട് എല്ലാം ഒന്ന് പുരട്ടി വെക്കുവാണ്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മേടിച്ച് ഇരിപ്പുണ്ടായിരുന്നു, അത് ഭയങ്കര എളുപ്പമാകുകൊണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പൊളിക്കാൻ നിൽക്കേണ്ട. എന്നാലും കറിക്ക് വേണ്ടിയിട്ട് വേണം, ഈ വറുക്കാനൊക്കെ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് പേസ്റ്റ് ആക്കാനൊന്നും നിൽക്കേണ്ട, നേരെ എടുത്തങ്ങ് ഇട്ടാൽ മതി. നല്ലതാണൊന്നും അറിയത്തില്ല കേട്ടോ, പക്ഷേ ടേസ്റ്റ് വൈസ് ഓക്കെയാണ്. അപ്പം അതെല്ലാം ചേർത്തു. പിന്നെ ഞാൻ ഇച്ചിരി പെരിഞ്ജീരകവും കൂടെ വറക്കുന്നതിനകത്ത് ചേർക്കുവേ. അപ്പം അതെല്ലാം ചേർത്തൊന്ന് ആക്കി വെച്ച് പിന്നെ കറി വെക്കാനുള്ളതും കുക്കറിനകത്താക്കി ഒന്ന് മസാലയൊക്കെ പുരട്ടിയിട്ട് വെച്ചു കേട്ടോ. അപ്പം ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് തിരിച്ച് വെക്കാൻ ചെന്നപ്പോഴേട്ടോ ഫ്രിഡ്ജിൽ ഏത് നേരം ഞാനിത് അന്ന് എൻ്റെ കൂട്ടുകാരി ബിന്ദുജയൊക്കെ വന്നപ്പോൾ കൊണ്ടുവന്ന ചോക്ലേറ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ബാക്കി ഇത്ര ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും ഫ്രിഡ്ജ് തുറക്കുമ്പോൾ ഓർക്കും എടുത്ത് കഴിക്കണമെന്ന് ഇങ്ങനെ ഓർക്കും. പിന്നെ ഞാനത് അവിടെ വെച്ചേക്കും, ഇരിക്കട്ടെ പിന്നെ കഴിക്കാമെന്ന് ഓർത്ത്. എനിക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്, എന്നെ സാധനം ഇങ്ങനെ വെച്ചേക്കും, വെച്ച് പ്രത്യേകിച്ച് ഈ സാധനത്തിൻ്റെ ഒരു ഷേപ്പ് നല്ലൊരു ഷെല്ലിൻ്റെയൊക്കെ ഷേപ്പ് ആയതുകൊണ്ട് ആദ്യം എനിക്കും ഭയങ്കര ഇഷ്ടം. അത് കാണുമ്പോൾ കഴിക്കാനേ തോന്നത്തുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ചോക്ലേറ്റ് ആണല്ലോ, ഇനി ചിലപ്പോൾ ഇരുന്നാൽ കേടായി പോകും. ഇപ്പം തന്നെ 1 മാസം ആയെന്ന് തോന്നുന്നു. അപ്പം പിന്നെ കൈയോടെ അതെടുത്ത് അങ്ങ് പുറത്ത് വെച്ച് തണുപ്പ് മാറുമ്പോൾ കഴിക്കാമെന്ന് ഓർത്തു കേട്ടോ. അപ്പോൾ അതവിടെ വെച്ച് കഴിഞ്ഞിട്ട് നേരെ പോയി അടുത്ത പരിപാടി ക്ലീനിങ് കേട്ടോ. നമ്മുടെ ആരിക്കുട്ടൻ മൊത്തം നിരത്തിയിട്ടിട്ടാണല്ലോ പോക്ക്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പൊക്കിക്കൊണ്ട് വന്ന ആരിക്കുട്ടൻ്റെ ഒരു ഫോണായിരുന്നു കേട്ടോ, അത് ഞാൻ കാണിക്കാവേ. അപ്പോൾ ടോയ്സ് എല്ലാം അതാത് സ്ഥലത്തെല്ലാം ഒന്ന് പിറക്കി വെക്കുവാണേ, മൊത്തം പൊടിയൊക്കെയാണ്. അപ്പം എന്നാലും ഇതെല്ലാം ഒന്ന് ക്ലീൻ ആക്കി വെച്ചു. അപ്പോൾ ഈ സ്റ്റാൻഡ് നമ്മുടെ വീഡിയോ കണ്ടിട്ട് എന്നോട് കുറേ പേരൊക്കെ ചോദിച്ചു കേട്ടോ, നമ്മുടെ ആൾക്കാർ തന്നെ കേട്ടോ, വേറെ ആരുമല്ല. അപ്പോൾ ഇത് നീ ഇതിനു വേണ്ടി മേടിച്ചാണോ, നല്ല രസമുണ്ട് അടുക്കി വെച്ചേക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ഇതിനു വേണ്ടി മേടിച്ചൊന്നും അല്ല കേട്ടോ, ഇത് ശരിക്കും ഞാൻ ഇതിന് മുന്നിലും പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു, നമ്മുടെ ഒരു ഈ കിഡ്സിൻ്റെ തന്നെ ഡ്രസ്സൊക്കെ വെക്കുന്ന ഒരു ഷെൽഫ്, ഒരു അലമാരി പോലെ ഒരു ബ്ലൂ കളറിലൊരു കവറിങ് ഒക്കെ ഉള്ള കേട്ടോ. ഞാൻ പണ്ട് പുതുപ്പള്ളിയിലായിരുന്നു, അപ്പം ഞാനും അഞ്ജനയും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് അങ്ങനെ അവിടെ ഇരുന്ന സാധനമാണ്. പിന്നെ എൻ്റെ തുണിയൊക്കെ ആദ്യം അല്ല എൻ്റെ തന്നെ അതിനകത്ത് വെച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇപ്പം നമ്മൾ അവിടെ ഇല്ലല്ലോ, അപ്പോൾ ഇത് വെറുതെ അവിടെ ഇരിക്കും. അതിനകത്ത് സാധനങ്ങളും കുറേ പഴയതൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതെല്ലാം പറക്കി കളഞ്ഞിട്ട് ഞാനോർത്ത് ഇവിടെ കൊണ്ടുവന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവൻ്റെ ഇതെല്ലാം ഒന്ന് ഒതുങ്ങിയിരുന്നോളൂല്ലോ. അവനെടുത്ത് മാറ്റും, എന്നാലും ഒരു രസത്തിന് കേടാവാതിരുന്നോളൂ. അല്ലെന്നുണ്ടെങ്കിൽ എല്ലാം ഇവിടെ ഇങ്ങനെ ഒരു കാർഡ്ബോർഡ് കൂടിനകത്തിൽ ഇങ്ങനെ കൂട്ടിയിട്ടേക്കുവാണ്. അപ്പോൾ ഒന്നൊന്നിൻ്റെ മണ്ടയിലും വലിച്ചും വാരിയിട്ട് പൊട്ടിയൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. ഇതാകുമ്പം നല്ലൊരു റാക്കാട്ടോ, വലിയ വില ഉണ്ടായിരുന്നില്ല, കുറേ നാൾ മുന്നേ മേടിച്ചതാണ്. അപ്പോൾ അതങ്ങനെയെല്ലാം അതിനകത്ത് കൊണ്ട് സെറ്റായിട്ടിരുന്നോളും. അത് കഴിഞ്ഞ ഒരു പ്രാവശ്യം പോയപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നിയതാണ്, എടുത്തോണ്ട് വരുവാണെങ്കിൽ ഇങ്ങനെ ഇവിടെ ഇരുന്നോളുമല്ലോ എന്ന് ഓർത്ത്. അവിടെ ഏതായാലും അത് വെറുതെ ഇരിക്കുക. അങ്ങനെ അതെല്ലാം ഒതുക്കി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ അത് തൂത്ത് വാരാനും തുടയ്ക്കാനും ഒക്കെ ഉള്ള പരിപാടിക്ക് പോകുക കേട്ടോ. അപ്പോൾ ഈ ചൂല് നല്ലതാട്ടോ, പ്ലാസ്റ്റിക് ചൂല് ഭയങ്കര നല്ലതാണ്. ഇപ്പോഴും പുൽച്ചൂല് യൂസ് ചെയ്യുന്നുണ്ടവരുണ്ട്, ഈ പ്ലാസ്റ്റിക് ഒന്ന് മേടിച്ച് നോക്കണേ. നമ്മുടെ മുടിയൊക്കെ ആണെങ്കിൽ പോലും മൊത്തം എല്ലാം ഇവത്തേലങ്ങ് പോരും കേട്ടോ. നമ്മുടെ മറ്റേ ചൂല് തൂക്കുന്നതിനെക്കാട്ടിലും തലമുടി ഉൾപ്പെടെ എല്ലാം ഇവത്തേലങ്ങ് പോരും. അപ്പോൾ ഒന്നിങ്ങനെ കൈവച്ചെടുത്ത് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ എനിക്ക് ഈ ചൂല് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിന് മുന്നേ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പ്ലാസ്റ്റിക് ചൂലായിരുന്നേ. അപ്പം അത് പറഞ്ഞ പോലെ മേടിച്ച കുറേ നാളും അതിൻ്റെ ഇങ്ങനെ വീട്ടിലെ പൊടിയേക്കാട്ടിലും കൂടുതൽ പുല്ലിൻ്റെ പൊടി അവിടുത്തെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. അതെല്ലാം ഒന്ന് സെറ്റ് ആകുമ്പോഴത്തേനും ആ ചൂലിട്ട് പോകാറ് പോകും. അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ കുറേ നാൾ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പുതുപ്പള്ളിയിലൊക്കെ ഈ സെയിം ചൂലാട്ടോ ഇരിക്കുന്നത്. അപ്പോൾ അതേ ഞാനെല്ലാം ഒന്ന് തൂത്തിട്ടു. പിന്നെ അതേണ്ട ഇതാട്ടോ ഞാൻ പറഞ്ഞ നമ്മുടെ ആദിക്കുട്ടൻ്റെ റെഡ്മി പ്രൈം കേട്ടോ 10. ഇത് ഒറിജിനൽ അല്ല കേട്ടോ, ഒരു ഡെമോയാണ്. ഞങ്ങളൊരിക്കൽ ഒരു ഫോൺ വാങ്ങാൻ വേണ്ടിയിട്ട് പോയപ്പോഴത്തേനും ആ ഫോണിൻ്റെ ഷോപ്പിൽ ഞങ്ങളുടെ ഒരു ഫ്രണ്ടായിരുന്നു കേട്ടോ നിൽക്കുന്നത്. അപ്പം
ഇവന് ഭയങ്കര ഫോൺ അന്നപ്പോൾ ഒക്കെ ഭയങ്കര ഇഷ്ടം. ഇങ്ങനെ കാണാൻ നമ്മൾ ഫോൺ കൊടുക്കാറേ ഇല്ല. ഭയങ്കര സംസാരം കേട്ടോ, നമ്മൾ പറയുന്ന പോലെ കണ്ടാൽ നമ്മൾ ഓർക്ക് ഒറിജിനലാണ് അതുപോലെ സംസാരം. അപ്പോൾ അതൊക്കെ പറഞ്ഞപ്പോഴത്തേനും ആ ഫ്രണ്ടാട്ടോ അവിടെ നിന്ന് എടുത്ത് തന്നത്, ഈ അവിടെ ഇതിലൊക്കെ കാണുമല്ലോ ഒത്തിരി. അപ്പം അന്ന് തന്നത്. അതിപ്പോൾ ഇതേണ്ടത് ആദ്യക്കൂട്ടനെ ഇവന്മാരെ എല്ലാം അവിടെ സെറ്റ് ചെയ്ത് ഇരുത്തിയിട്ടോ കേട്ടോ പോയത്. വരുമ്പോഴത്തേനും ഒരു തരി അങ്ങോട്ടും ഇങ്ങോട്ടോ നീങ്ങിയിട്ടുണ്ട് അവനെ അറിയാം. അതുകൊണ്ട് ഞാൻ അവന്മാരെ നോക്കാനേ പോയില്ല കേട്ടോ. അപ്പം ഇത് പറഞ്ഞ പോലെ ആ ഫോണ് നല്ലതാണ് കേട്ടോ, നല്ല അത് കറക്റ്റ് ഒറിജിനൽ പോലെ തന്നെ ഇതിൻ്റെ സൈഡിൽ ബട്ടണും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ ഒന്നും പ്രസ്സൊന്നും ആവത്തില്ല. ജസ്റ്റ് ഒരു ഡെമോയ്ക്ക് അവർ വെച്ചേക്കുന്ന സാധനം. അതും ആദ്യക്കൂട്ടന് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോഴും. അങ്ങോട്ട് തീരെ കുഞ്ഞായിരുന്ന സമയത്ത് കിട്ടിയതാണ്. അപ്പോഴത്തേനും ഞാൻ പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് തുടയ്ക്കാൻ ഓർത്ത് ചെന്നപ്പോഴാണ് ഓർത്തത് കാലൊന്ന് നല്ല വൃത്തിക്ക് കഴുകാതെ തുടയ്ക്കാൻ പോയിട്ടുണ്ടെങ്കിൽ തുടച്ച് വീണ്ടും ഞാൻ ആ വെള്ളത്തെ ചവിട്ടുമ്പോൾ അവിടെ മുഴുവൻ എൻ്റെ കാലിനടിയിൽ ചെളിയാകും. അപ്പം ഞാനത് ഇതെടുത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത്. അപ്പം ഞാൻ നേരെ പോയി ഒന്നുകൂടെ കാലൊന്ന് കഴുകിയിട്ട് വന്ന് പിന്നെ പതുങ്ങി പോയത് അതോ ടീത്തേന്ന് കൊണ്ടുപോയ വെള്ളം മൊത്തം അവിടെ കിടപ്പുണ്ടായിരുന്നു. എനിക്ക് ഈ തുടപ്പ് വെച്ച് സത്യം പറഞ്ഞാൽ ആദ്യം ഒന്നും തുടയ്ക്കാൻ അറിയിട്ടുണ്ടായിരുന്നില്ലേ. തുടയ്ക്കാനല്ല, ഇതെടുത്ത് പിഴിയാൻ ഭയങ്കര പാടാണ് ഈ സൈസ്. അപ്പം ഇപ്പം അതൊക്കെ പഠിച്ചു കേട്ടോ. അപ്പം അതെല്ലാം കഴിഞ്ഞത് തുടച്ച് വന്നപ്പോഴത്തേനും നമ്മുടെ ട്രോളി ബാഗൊക്കെ ഞാൻ അവിടെ ഒന്ന് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത പോക്കിന് വീണ്ടും എടുക്കണമല്ലോ. അപ്പോൾ ട്രോളിയെ എല്ലാം മാറ്റി അവിടെ എല്ലാം ഒന്ന് തുടച്ചപ്പോൾ ഇപ്രാവശ്യമെങ്കിൽ ഞങ്ങൾ ഒരു ബാഗ് മാത്രം, കാരണം നമ്മൾ നിൽക്കാൻ സമയമൊന്നും ഇല്ല, അപ്പോൾ ഒറ്റ ബാഗ് മാത്രം കൊണ്ടുപോകണം. അതാകുമ്പോൾ കാറിനകത്തും ബാക്കി എന്തെങ്കിലും സാധനം കൊണ്ടുവരാനുണ്ടെങ്കിൽ കൊണ്ടുവരാം. ഇതിപ്പോൾ നമ്മൾ ഈ സാധനങ്ങൾ ബാഗുകൾ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും ഇട കാണത്തില്ല. അതുകൊണ്ട് ഇപ്രാവശ്യമെങ്കിലും ഒന്ന് അധികം കൊണ്ടുപോകാതെ നോക്കണം എന്നൊക്കെ ഓർത്തുകൊണ്ടിരിക്കുക. സാധനം എനിക്കും അറിയത്തില്ല, 1-2 ദിവസം നിൽക്കാനാണെങ്കിൽ പോലും ഒരു ലോഡ് സാധനമായിട്ട് ഞങ്ങൾ പോകുന്നത്. പക്ഷെ ഓരോരുത്തരൊക്കെ കാണാമല്ലോ ഒറ്റ ബാഗിനകത്ത് സകല സാധനമായിട്ട്, അതെങ്ങനെയാണെന്ന് അറിയത്തില്ല കേട്ടോ. അപ്പം ഞാൻ അതേ തുടപ്പെല്ലാം കഴിഞ്ഞ് വീണ്ടും കയ്യും കാലും എല്ലാം കഴിച്ചിരുന്ന് റെസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ വന്നത്. അപ്പോഴത്തേനും ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ നേരം ആയായിരുന്നു. അപ്പം ഞങ്ങൾക്ക് മതിയായോണ്ട് ഇച്ചിരി ലേറ്റ് ആയാലും കുഴപ്പമില്ല, ആദ്യക്കൂടെ സ്കൂളിൽ പോയേക്കുവാണല്ലോ. അപ്പം ഞാനിത് ചിക്കനൊക്കെ പുരട്ടി വെച്ചിട്ട് പോയത് നല്ല സെറ്റായിട്ട് തന്നെ മുളക് മസാല എല്ലാം പിടിച്ചിരിപ്പുണ്ടായിരുന്നേ. അപ്പോൾ അതേ വന്ന് ചിക്കൻ കുറച്ചങ്ങ് വറക്കാനിട്ടു. അയ്യോ എനിക്ക് പ്രത്യേകിച്ച് ചുമയുണ്ട് കേട്ടോ, വോയിസ് ഓവർ ചെയ്യുന്ന സമയത്ത് അതാണ് ചുമയ്ക്ക്, എന്നോടൊന്ന് ക്ഷമിച്ചേക്ക് കേട്ടോ. അപ്പോൾ രാത്രിക്കെല്ലാം ഭയങ്കര ചുമയാണ്, എന്തോ കാര്യമൊന്നും അറിയത്തില്ല. പകലൊന്നും ഒരു കുഴപ്പമില്ല, രാത്രി കിടക്കാനായിട്ട് കയറുമ്പോഴത്തേനും ഭയങ്കര ചുമയാണ്. ഇപ്പോൾ കുത്തി ചുമ. അതുകൊണ്ട് 2-3 ദിവസമായി ശരിക്കും സത്യം പറഞ്ഞാൽ ഉറങ്ങിയിട്ട്. അങ്ങനെ എന്തായാലും ചിക്കനൊക്കെ വറുത്തു, ഞങ്ങൾ ഫുഡ് കഴിച്ചു, റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞതേ അപ്പോഴത്തേനും നമ്മുടെ ആദിക്കുട്ടനൊക്കെ പോയി കൊണ്ടുവന്ന് കേട്ടോ. 3 മണിയായപ്പോഴത്തേനും സ്കൂളിൽ നിന്ന്. അങ്ങനെ ആദ്യക്കുട്ടി വന്നപ്പോഴത്തേനും വീണ്ടും അവന് പൂരി. ഞാൻ ഓർത്തുന്ന ചിക്കൻ വറുത്തത് അവന് ഇഷ്ടമാണ്, കറി ഇഷ്ടമല്ല, ചിക്കൻ ഫ്രൈ ആണെങ്കിൽ വലിയ ഇഷ്ടമാണ്. അപ്പോൾ വരുമ്പോഴത്തേനും ഇച്ചിരി ചോറൊക്കെ ഉണ്ടോളൂ എന്നൊക്കെ ഓർത്ത് ചിക്കനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ വന്നപ്പോഴും അമ്മ പൂരിയുടെ ബാക്കി ഇരിപ്പുണ്ടോന്നോ, സ്കൂളിൽ നിന്ന് ഞാൻ ചിക്കൻ ഉണ്ട് ചോറ് കഴിക്കാമെന്ന് പറഞ്ഞപ്പോഴേ എന്നോട് പറഞ്ഞു പൂരിയുടെ ബാക്കിയുണ്ടേ അത് മതിയെന്ന്. എന്നാൽ പിന്നെ എന്തെങ്കിലും ആയിട്ടൊന്ന് ഓർത്താ ഇഷ്ടപ്പെട്ടത് തന്നെ ഞാൻ കൊടുത്തു കേട്ടോ. വല്ലപ്പോഴും പൂരിയൊക്കെ ഉണ്ടാകാറുള്ളൂ. അപ്പോൾ അതൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഞങ്ങൾക്ക് ഓരോ ചായ ഞാൻ ഇടുവാണ്. പിന്നെ ഇതിൻ്റെ ഇപ്പുറത്ത് നമ്മുടെ ചിക്കൻ രാവിലെ ഞാൻ കുക്കറിൽ വെന്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്കിയൊന്നും ചെയ്തില്ലേ, കറി വെക്കാനായിട്ട് ഉള്ള പണിയൊന്നും ചെയ്തില്ല, വറുത്തല്ലോ കൂട്ടിയത് ഉച്ചയ്ക്ക്. അപ്പോൾ അതിൻ്റെയും ബാക്കി പരിപാടിയൊക്കെ നോക്കണം. അപ്പം നമുക്ക് ഇനി ഇത് കഴിഞ്ഞൊന്ന് ഡിമാർട്ടിൽ പോകണം. അപ്പോൾ നമ്മൾ നോർമൽ നമ്മുടെ ഗ്രോസറി ഷോപ്പിംഗ് അധികമൊന്നുമില്ല, അത് സത്യം പറഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാമാർട്ടിൽ നിന്നൊക്കെ ആയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇത് നമ്മൾ നാട്ടിലേക്ക് പോകുന്നതിന് മുന്നിൽ ഉള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്, പിള്ളേർക്ക് വാങ്ങാനുണ്ട്, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ മെയിനായിട്ട്. പിന്നെ ഗ്രോസറി കൊണ്ട് കേട്ടോ കുറച്ച്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾക്കൊക്കെ ഒരു ചെരുപ്പ് വാങ്ങണം, അങ്ങനെയൊക്കെ ഉള്ളൊരു ഉദ്ദേശത്തിലാണ് പോകുന്നത്. അപ്പം ഞാൻ അതിന് മുന്നത്തെ ചായയൊക്കെ എടുക്കുക. പിന്നെ അതേ നമ്മുടെ ചിക്കനുള്ള ഇതെല്ലാം ഇതിനകത്ത് തന്നെ അരിയുന്നതുകൊണ്ട് പെട്ടെന്ന് കാര്യം നടക്കും കേട്ടോ. പക്ഷേ ഈ നമ്മുടെ ഇഞ്ചി മാത്രം ഇതിനകത്തിട്ട് അരിയുമ്പം അത്ര അങ്ങ് ചോപ്പായി കിട്ടുന്നില്ല കേട്ടോ. ബാക്കി ഈ സവോളയും വെളുത്തുള്ളിയൊക്കെ കാണാൻ പോലും ഇല്ല, നല്ല കുഞ്ഞായിട്ട് കിട്ടും. ഇത് മാത്രമേ ഉള്ളൂ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനും ആർക്കൊണ്ടുകൂടെ ചുമ്മാ അവിടെ നിന്ന് ഓരോ അഭിപ്രായമൊക്കെ കാണിക്കും കേട്ടോ, കാരണം സെക്യൂരിറ്റി അവിടെ ഫോണിൽ നല്ല അടിച്ചുപൊളി പാട്ടൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനും ആർക്കൊണ്ടുകൂടെ ചുമ്മാ അവിടെ നിന്ന് ക്യാമറ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാ, ഫോണും കൊണ്ട് കൂടാതെ ഇവിടെ ക്യാമറയും വെച്ചിട്ടുണ്ടല്ലോ, സാരമില്ലെന്ന് ഓർത്ത് ചുമ്മാ ഒരു രസത്തിന് ഞാനും ആദ്യം കൂടെ അവിടെ നിന്ന് ഓരോന്നൊക്കെ കാണിക്കുക. അങ്ങനത്തെ നമ്മൾ ഡിമാർട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേ. അപ്പോൾ നല്ല തിരക്കുണ്ട് കേട്ടോ റോഡിലൊക്കെ. അപ്പോൾ അത് ഇവിടെ നോക്ക്, ഞാൻ രാവിലെ പറഞ്ഞില്ലായിരുന്നു, പശുവും കാളയും പോത്തും ഒക്കെയാണ് നമ്മുടെ വഴിയിലെ ഏറ്റവും വലിയ ബ്ലോക്ക് ഉണ്ടാക്കുന്നവരുന്നു. അവരെല്ലായിടത്തും ഉണ്ട്, കാരണം ഇവിടെ ഇഷ്ടംപോലെ വേസ്റ്റ് ഇങ്ങനെ ഇലയിലെല്ലാം പറമ്പിലിട്ടേക്കുവേ. അപ്പോൾ നമ്മുടെ ഗാർബേജ് വന്ന് എല്ലാം എടുത്തുകൊണ്ട് പോകുമെന്ന് പറഞ്ഞാൽ പോലും വഴിയിലൊക്കെ ഇഷ്ടം പോലെ വേസ്റ്റ്, അതായിരിക്കും ഇതുങ്ങളും ഇങ്ങനെ നടക്കുന്നത്.
അപ്പോൾ അതേ നമ്മളങ്ങനെ ഡിമാർട്ടിൽ എത്തിയിട്ടുണ്ട്. ഡിമാർട്ടിൽ കയറി കഴിയുമ്പോഴത്തേനും ഞാൻ അധികം വീഡിയോ ഒന്നും എടുക്കത്തില്ല. ഒന്നാമത്തെ കാര്യം അവർ വല്ലതും പറയുമോ എന്ന് എനിക്കറിയത്തില്ല. അതിൻ്റെ കൂടെ ഇവിടെ ഒരാൾ എന്നെ ഓടിക്കും. അപ്പോൾ ഇതൊക്കെ ഞാൻ നൈസായിട്ട് കാണാതെ എടുത്ത വീഡിയോ കേട്ടോ. ഇതൊന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തിയില്ലെങ്കിലും കുഴപ്പമില്ല. എന്നാലും എൻ്റെ ഒരു സന്തോഷത്തിന് അങ്ങനത്തെ നമ്മൾ മാൽക്കിസ്റ്റ് ആലിക്കുട്ടിന് വേണമെന്ന് പറഞ്ഞാൽ അതും എടുത്തു കേട്ടോ. മാൽക്കിസ്റ്റൊക്കെ തീരെ കുഞ്ഞായി പോയെന്ന് എനിക്ക് കണ്ടപ്പോൾ എൻ്റെ കണ്ണിൻ്റെ ആണോന്ന് ഞാൻ ഓർത്ത്. സൈസൊക്കെ ഭയങ്കര കുഞ്ഞാക്കി വെച്ചേക്കുന്ന പോലെ ഇപ്പോൾ അതുകൂടെ അല്ല. ആ അതെ അതെ കൊച്ചിന് ഒടിയല്ലേ, ഒടിയാതെ. അതെ. അങ്ങനെ ഡിമാർട്ടിനകത്തെ വീഡിയോ കേട്ടോ ഇതൊക്കെ. പിള്ളേരുടെ ഇഷ്ടം പോലെ സാധനങ്ങൾ കിടപ്പുണ്ട് കേട്ടോ. നല്ല ഉടുപ്പുകളും കാര്യങ്ങളൊക്കെ. ഇത് കുഞ്ഞു പിള്ളേരുടെ ഈ നാപ്പിയാണ് കേട്ടോ. ഇത് നല്ലതാണ് കേട്ടോ. അതിന് ചെറിയ വിലയുള്ളൂ. നല്ല രസമുണ്ട്. കാണുമ്പോൾ എല്ലാം വാരി എടുക്കാൻ തോന്നും. ഞാൻ ആദ്യയോട് പറയും, ആദ്യം ഇപ്പം കുഞ്ഞായിരുന്നായിരുന്നു എനിക്കിതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ തോന്നുവേ. നമ്മൾ ആ സമയത്തൊന്നും ഇവിടെ അല്ലായിരുന്നേ. അപ്പോൾ എനിക്ക് ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല. അങ്ങനെ എന്തായാലും അവിടുന്ന് കുറച്ച് പിള്ളേർക്ക് വേണ്ട സാധനമൊക്കെ എടുത്തു. പിന്നെ നമ്മുടെ ആദ്യക്കുട്ടന് ഒരു കണ്ണാടി വേണമെന്ന് പറഞ്ഞ് എടുത്തായിരുന്നേ. ആദ്യക്കുട്ടന് ഓൾറെഡി ഒരു കണ്ണാടി ഉള്ളതാണ്. അപ്പം അവിടെ കണ്ടപ്പോൾ അവന് കണ്ണാടിക്കൊരാഗ്രഹം. അങ്ങനെ കണ്ണാടി എടുത്തു. പിന്നെ നമ്മളവിടെ ചെരുപ്പൊക്കെ ഉണ്ടായിരുന്നു. നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെരുപ്പ് എടുത്തിട്ടുണ്ട്, കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞാണ് ഞങ്ങൾ പുറത്തിറങ്ങി. തിരിച്ച് ഞങ്ങൾ കാറിൽ കയറി. അപ്പോൾ ദേ എൻ്റെ ആദ്യക്കുട്ടൻ്റെ വക ഒരു കുഞ്ഞു ഷോ കേട്ടോ. ഞാനവനെ കളയാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. നമ്മുടെ ഒരു സിനിമയുണ്ടല്ലോ, കാര്യസ്ഥനകത്ത് സുരാജ് ഇതേപോലെ ഒരു കണ്ണാടി വെച്ചിട്ട് ഇങ്ങനെ ഒരു ടാഗൊക്കെ തൂക്കിയിട്ടോണ്ട് പറ്റില്ലോ, ഒന്നും നോക്കിയില്ല, വില നോക്കിയില്ല, മേടിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ എനിക്ക് ആദ്യത്തെ കണ്ടിട്ട് അത് തന്നെ തോന്നുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ അതൊക്കെ പറഞ്ഞ് ആദ്യം കുറച്ച് നേരം കളിയാക്കുമായിരുന്നേ. പിന്നെ അതേ അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയപ്പോൾ രാവിലെ അങ്ങോട്ട് പോയപ്പോൾ ചായ കുടിച്ച പാത്രമൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ വന്നപ്പോൾ എല്ലാവർക്കും വീണ്ടും ഓരോ ചായ കുടിക്കാനായിട്ട് ഒരു തോന്നൽ. ഓൾറെഡി ഇവിടെ ഹസ്ബൻഡിനാണെങ്കിൽ ഒരു പനിക്കോളല്ല, പനിയുണ്ട്. ആദ്യക്കുട്ടൻ അന്ന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കായിട്ട് ഇങ്ങനെ തരുന്നു. അതിൻ്റെ ബാക്കിയാണ്. എനിക്കാണെങ്കിൽ ഈ ചുമയൊക്കെ ഇപ്പോൾ നല്ല ഒന്നാം തരം ചുമയാണ് കേട്ടോ. ചുമ, പനി എന്താണെന്നറിയത്തില്ല. ഇവിടെ ഇപ്പോൾ എല്ലാ ദിവസവും ഓരോ സാധനമുണ്ട് ഇങ്ങനെ മാറി മാറി. അപ്പം ഞാൻ ചായ തേണ്ട അടുപ്പേ വെച്ചിട്ടുണ്ട്. പിന്നെ ചോപ്പറിനകത്തിട്ട് ഒരു സെറ്റ് ഒന്ന് ഞാൻ സവോള ഒരു ട്രിപ്പ് അരിഞ്ഞ് വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. ബാക്കി രണ്ടാക്കിയേ അരിയത്തുള്ളൂ. ഒത്തിരി ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് സ്റ്റക്കായൊക്കെ പോകും. അപ്പോൾ ബാക്കി ട്രിപ്പ് കൂടെ വന്നു തേണ്ട അതൊക്കെ അരിഞ്ഞ് ചിക്കൻ കറി ഇനി വെക്കണം. പിന്നെ തേണ്ട ചായ എല്ലാം ഒന്ന് എടുത്തു. അപ്പം ചൂടോടെ ചായ കുടിക്കാൻ നോർത്തു കേട്ടോ. ആർക്കും ചായ തന്നെ എടുത്തേ. അപ്പം ഇനി ഞാൻ അവിടുന്ന് മേടിച്ച 1-2 സാധനങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ടീഷർട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നേ. ഇതിൻ്റെ വില എത്രയായിരുന്നു? അയ്യോ, അത് ഭയങ്കര വിലക്കുറവ് കേട്ടോ. അപ്പം ഞാൻ ചുമ്മാ 1-2 വട്ടമൊക്കെ പുറത്തിടാം, എന്നിട്ട് പിന്നെ വീട്ടിലിടാം എന്നുള്ളതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനം കേട്ടോ ടീഷർട്ട്. അപ്പോൾ അതേണ്ട ഇത് അവിടുന്ന് എടുത്തു. പിന്നെ ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന സാധനം ഉണ്ടല്ലോ, കാണുമ്പോൾ നിങ്ങൾ ഓർക്കുക ഇതാണോന്ന്. എൻ്റെ ഏറ്റവും ഞാൻ മോഹിച്ച് മേടിച്ചൊരു സാധനമായിട്ട് ഇത്. എന്നാ കാര്യം എന്ന് വെച്ചാൽ ഇത് ക്രോക്സ് അല്ല, ഇത് ക്ലോക്സ് ആട്ടോ. ഞാൻ അത്രയ്ക്ക് ആശിച്ച് മേടിച്ചൊരു സാധനമാണ്. കാരണം എൻ്റെ കാലിന് ഇത് കിട്ടത്തില്ലെന്നാണ് ഞാൻ ഇത്രയും വർഷങ്ങൾ ഓർത്തോണ്ടിരുന്നത്. ബിക്കോസ് എൻ്റെ കാല് ഭയങ്കര സൈസ് നീളമൊക്കെ കറക്റ്റ് 6 ഉണ്ട് സൈസ്. പക്ഷേ എൻ്റെ കാലിലൊട്ടും വിരിവില്ലെന്ന്, ഭയങ്കര കുഞ്ഞിക്കാലാണ്. അപ്പോൾ നേരത്തെ തൊട്ടേ സ്കൂളിൽ നിന്നൊക്കെ ആണെങ്കിലും പിള്ളേരൊക്കെ എന്നെ കളിയാക്കുമായിരുന്നു, അയ്യോ കുഞ്ഞു കാലെന്ന് പറഞ്ഞിട്ട്. അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇതാണ്. അങ്ങനെ അപ്പോൾ ഈ ക്രോക്സ് ഇടുന്നതെന്ന് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നേ. പക്ഷേങ്കിൽ എനിക്ക് കിട്ടത്തില്ല എന്ന് ഞാൻ ഓർത്തോണ്ടിരുന്നു. അപ്പം ഇന്ന് ഞാൻ ചെരുപ്പെടുക്കാൻ ഓർത്ത് പോയപ്പോൾ ഇഷ്ടംപോലെ ക്രോക്സ് കിടക്കുന്നു. അപ്പോൾ ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോഴത്തേനും ഓക്കെ ആന്നേ. അപ്പോൾ പിന്നെ അതങ്ങ് എടുത്തു. അതിന് 399 അത്ര എങ്ങാണ്ട് ഉണ്ടായിരുന്നല്ലോ കേട്ടോ. അപ്പം അങ്ങനെ അതൊക്കെ എടുത്തു. അങ്ങനെ ഞാൻ ആ കാര്യത്തിൽ ഹാപ്പി ആയി കേട്ടോ. അങ്ങനെ ഒരു ക്ലോക്സ് എനിക്ക് കിട്ടി. പിന്നെ ഇതെൻ്റെ ആദ്യക്കുട്ടൻ്റെ 2 ടീഷർട്ടും ഒരു നിക്കറും. ചുമ്മാ അത് സ്ലീവ്ലെസ് ആയിട്ടുള്ള എനിക്ക് വലിയ ഇഷ്ടമാണ്. അവൻ ഇടുമെന്ന് അറിയത്തില്ല. അപ്പോൾ അവൻ വീട്ടിൽ ഇടിക്കാൻ ഓർത്ത് അതും. പിന്നെ മറ്റേത് ടീഷർട്ട് അച്ഛയുടെ ഇഷ്ടത്തിന് എടുത്താൽ കേട്ടോ. അങ്ങനെ അത് 2 എടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാൻ അവിടുന്ന് നമ്മുടെ കുഞ്ഞാവയ്ക്കും നമ്മുടെ ശില്പയുടെ കുഞ്ഞാവയ്ക്കും അഞ്ജനയുടെ ദേവൂട്ടിക്കും ഒക്കെ വന്നതിന് സാധനമൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പം അത് കൊടുക്കാനുള്ളതായതുകൊണ്ട് കേട്ടോ ഞാൻ വീഡിയോയിൽ കാണിക്കാഞ്ഞത്. അപ്പം അങ്ങനെ 1-2 സാധനം കൂടെ ഒക്കെ അവിടുന്ന് എടുത്തായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നേരെ ഞാൻ ആദ്യക്കുട്ടനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എത്തിയതാണേ. ആദ്യമേ ഞങ്ങൾ 2 പേരുടെ നല്ല സമാധാനത്തിലാട്ടോ ഇരിക്കുന്നത്. പഠിച്ച് ഇച്ചിരി കഴിയുമ്പോഴത്തേനും ഞങ്ങൾ 2 കൂടെ അടിച്ച് പിരിയും അല്ലേ ആയിക്കോട്ടാ? ആണോ? അതെ.
അപ്പം എന്താണ്, ഇനിയിപ്പോൾ ആദ്യക്കുട്ടിനെ പഠിപ്പിക്കുവാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. കുറച്ച് നേരം അവനെ ഇട്ട് പഠിപ്പിച്ചു, പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, കിടന്നുറങ്ങി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അതോടൊപ്പം ഒരു ലൈക്കും എന്തെങ്കിലും ഒരു കമൻറ്റും കൂടി ഇടണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പം ബൈ.